നമുക്ക് തിരുവനന്തപുരം നഗരസഭയിലോട്ട് പോവാം. തിരുവനന്തപുരം നഗരസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് മൊത്തം വെള്ളക്കെട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പോലും മഴക്കാലം നാളെയോടെ എത്തത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്, അടുത്ത ദിവസത്തോടു കൂടി എത്തത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ മഴയിൽ പോലും ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭ മൊത്തം വെള്ളത്തിലായി. അതായത് ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് ഇരുന്ന സമയത്ത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊക്കെ കൃത്യമായി ചെയ്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ തിരുവനന്തപുരത്തുകാർക്ക് ഇങ്ങനത്തെ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ വി രാജേഷ് ആണല്ലോ മേയറായിട്ട് വന്നിരിക്കുന്നതും. ഇപ്പോൾ അവരുടെ ഈ BJP ഭരണത്തിന് ശേഷമുണ്ടായ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ പതുക്കെ പറയേണ്ട ആവശ്യമില്ല, അത് ഉറച്ചെന്നെ പറയേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരം ഇതിനു മുൻപ് എനിക്കൊന്ന് 2006 ആ കാലഘട്ടം ഉണ്ടല്ലോ, ഏറെ വർഷങ്ങൾക്ക് മുൻപും തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം വെള്ളം നിറയുന്ന ഒരവസ്ഥയുണ്ട്. റോഡുകൾ വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ പോലും ഒഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പോയിക്കൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റേത്. എന്നാൽ കാലം മാറി, സർക്കാർ ഈ പറയുന്ന ഭരണസമിതി മാറി വരുന്നതോടുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, ഓടകളുടെ നിർമ്മാണം കൊണ്ടുവന്നു. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു അവർ ബിജു പ്രഭാകർ എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അവിടെ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞിട്ട് ഓടകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ അവിടെ ഉണ്ടാവുകയും തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ദുരന്തത്തിന് ഒരു പരിധിവരെയൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പഴയ പോലെ വെള്ളക്കെട്ടുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഇല്ലായിരുന്നു. ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ, കഴിഞ്ഞ മഴക്കാലത്തൊന്നും ഇത്ര ദുരിതമൊന്നും തിരുവനന്തപുരത്തുകാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം നമുക്കറിയാവുന്നല്ലോ, എനിക്ക് ജോസോ അങ്ങനെ എന്തോ ആണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്, അവിടെ ആമിഴഞ്ചാൻ തോടിനുള്ളിൽ കുടുങ്ങിപ്പോയി, അവിടെ വേസ്റ്റ് വാരാനായിട്ട് ഇറങ്ങുന്നതിനിടെ കുടുങ്ങിപ്പോയി മരണപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയുണ്ട്. അപ്പോൾ അതിൽ റെയിൽവേ മന്ത്രാലയവുമായിട്ട് ചേർന്നിട്ട്, കാരണം ഈ ആമിഴഞ്ചാൻ തോട് വന്നിട്ട് റെയിൽവേയുടെ അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവരും അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ കൂടി പെർമിഷനോട് കൂടി അവരുടെ സഹകരണത്തോടു കൂടി മാത്രമേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്നിട്ട് കൂടിയും അവിടെ വലിയ വിഷയങ്ങളുണ്ടായി. 1-2 ദിവസം എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി പോലും നമുക്ക് പിന്നീട് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ തിരുവനന്തപുരം നഗരത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയുള്ളൂ, ഈ കഴിഞ്ഞ വേനൽ മഴ അങ്ങോട്ട് കടുത്തു. വേനൽമല അങ്ങോട്ട് കടുത്തു വന്നു കഴിഞ്ഞപ്പോഴേക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കിഴക്കേക്കോട്ട. കിഴക്കേക്കോട്ടയിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് മാറി. കാരണം കിഴക്കേക്കോട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച്. പത്മനാഭസ്വാമി ക്ഷേത്രം നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ് സർവീസുകൾ അവിടെ നിന്നുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഗാന്ധി പാർക്ക്, അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്ക് സിനിമാ തിയേറ്ററുകൾ, കമ്പോളം അവിടെയാണ്. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ഒരു മാർക്കറ്റിംഗ് ഏരിയയാണ്. അതായത് എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ വമ്പൻ മാർക്കറ്റിംഗ് സാധനമൊന്നുമല്ല, എങ്കിൽ തന്നെയും അവിടുത്തെ ഒരു വാണിജ്യ കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലുള്ള ആ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലാണ്ട് പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നം. അവിടെയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരുന്നതും ഈ പറയുന്ന അതിനോട് ചേർന്നിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ. ഇവിടെ ഉണ്ടാകുന്ന ആ വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജനത്തെ ബാധിക്കാന്ന് ആലോചിച്ച് നോക്കും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 10,000-കണക്കിന് ആളുകളാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരിച്ച് ജോലി കഴിഞ്ഞിട്ടും ജോലിക്ക് പോയിട്ട് വന്നിറങ്ങുന്നതും റെയിൽവേ സ്റ്റേഷൻ ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ വരുന്നത്. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രതിദിനം തിരുവനന്തപുരത്തേക്ക് വന്നു പോവുകയും ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു വശത്ത്, അതായത് ദിവസേന അവിടെ എത്തി അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവിടുത്തെ സ്ഥിരം താമസക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇവിടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ജനുവരി മാസത്തോടു കൂടി ആണ് ഇവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയമുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചിട്ട് അവിടെ ഗംഭീരമായൊരു മഴ പെയ്തു. ആ മഴയത്ത് ചെളിക്കെട്ടായി മാറുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ തിരുവനന്തപുരത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ ഇരുന്നിട്ട് പൊങ്കാല ഇടാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പുതിയ ഭരണസമിതി വീക്കാണ്. ഇവിടെ വി രാജേഷ് എന്ന് പറയുന്ന പുതിയ മേയർ, അല്ലെങ്കിൽ തിരുവനന്തപുരം മേയർ ആവുന്നതിന് മുമ്പ് പറഞ്ഞത് ഇവിടെ ഞങ്ങൾക്കൊരു ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നേരിട്ട് കൊണ്ടുവരും, ഇവിടുത്തെ വികസന രേഖ നരേന്ദ്രമോദി അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നിട്ടാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന രേഖ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു? ഏതെങ്കിലും തരത്തിലുള്ള വികസന രേഖ അവതരിപ്പിച്ചോ? ഏതെങ്കിലും തരത്തിലുള്ള ബ്ലൂ പ്രിന്റ് നമ്മുടെ തിരുവനന്തപുരത്ത് ലഭിച്ചോ? ഇല്ല, ഇതൊന്നും ലഭിച്ചില്ല. എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയൊരു കൺഫ്യൂഷൻ.
എന്നിട്ട് ആദ്യം കയറിയ ആവേശത്തിൽ തിരുവനന്തപുരം നഗരത്തിയുടെ സീറോ കാർബൺ എമിഷൻ സിറ്റി ആയിട്ട് മാറ്റിയിരിക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം. അതായത് സീറോ കാർബൺ ആണ്. അപ്പം ഈ പറയുന്ന പോലെ ഉടനെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി വണ്ടികൾ, അതായത് ഇലക്ട്രിക് ബസ്സുകൾ ഉടനെ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തി. ഇതൊക്കെ ആരംഭ ശൂരത്വം എന്ന് പറയുന്നൊരു സാധനമാണ്. തുടക്കത്തിലുണ്ടാകുന്ന ഒരു വേവലാതി ഉണ്ടല്ലോ, ഇത് കാണിച്ചു. ഏറ്റവും അവസാനം കെ വി ഗണേഷ് കുമാർ, അന്ന് എന്താ പറയുക ഗതാഗത വകുപ്പ് മന്ത്രി, പുള്ളിയായിട്ട് ഇടയുന്നു. ഏറ്റവും അവസാനം സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇത് നഷ്ടക്കേസാണെന്ന് പറഞ്ഞിട്ട് അത് കൈ ഒഴിയുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് പടം കളിക്കുക എന്നതിനപ്പുറത്തേക്ക് വി രാജേഷിനെ കൊണ്ട് അവിടെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ആ നഗരത്തിൽ നിന്ന് ഡ്രെയിനേജ് സംവിധാനം വളരെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അവിടെ ഉണ്ടാകുന്ന വെള്ളം കൃത്യമായി ഒഴുക്കി വിടുന്നതിനും അത് രീതിയിൽ ആ നഗരത്തിൽ നിന്ന് ഒഴിവാക്കി വിടുന്നതിനും വേണ്ട സംവിധാനം ഒരുക്കേണ്ടത് അവിടുത്തെ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തോ? എന്തിനേറെ പറയുന്നത്, അന്ന് തുടങ്ങി മാലിന്യ നിർമ്മാർജ്ജനം എവിടെ കിടക്കുന്നു? എവിടെ മൂക്ക് പൊത്താതെ തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇത് ഇങ്ങനെ ആയിരുന്നോ തിരുവനന്തപുരം ഒരു 5 മാസത്തിന് മുമ്പ്? ഇങ്ങനെയേ അല്ലായിരുന്നു തിരുവനന്തപുരം വൃത്തിയുള്ള കാര്യത്തിൽ വൃത്തിയുള്ളൊരു നഗരം തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് റോയൽ തിരുവനന്തപുരം എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വൃത്തിയുള്ള ഒരു നഗരം തന്നെയായിരുന്നു തിരുവനന്തപുരം. അത് മാറി. ഇന്ന് മാലിന്യ നീക്കം വലിയ പ്രതിസന്ധിയിലായി. അവിടെ നിന്ന് ഈ തെരുവുനായ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു ഭാഗത്തും തെരുവുനായെ പിടിക്കുന്നു, എന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ട് തെരുവുനായെ തുറന്നു വിടുന്നു. അതും വിഷയമായില്ലേ? ഒരു പ്രദേശത്ത് നിന്ന് പിടിച്ചിട്ട് ആൾക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കൊണ്ടുവിടുകയാണ്. അത് അവിടെ കിടന്നിട്ട് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് അവിടെ എന്ന് വെച്ചാൽ കൃത്യമായി എന്തുകൊണ്ടാണ് ഇതിന് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണപരിചയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം. മോണിറ്റർ ചെയ്യാനുള്ള കഴിവില്ല. ഈ കഴിവില്ലായ്മയാണ് ഈ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ നഗരം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആര്യരാജേന്ദ്രൻ ഇന്നപ്പം ഇരിക്കാൻ സമയം കൊടുത്തിട്ടില്ലെന്നേ. ആര്യരാജേന്ദ്രനുള്ള സമയത്ത് അവരെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ഒരു പെൺകുട്ടി മേയറായി കഴിഞ്ഞപ്പം ആ കുട്ടീനെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം കടന്നാക്രമിക്കുന്ന സമീപനമല്ലേ അവിടുത്തെ BJP കൗൺസിലർമാർ സ്വീകരിച്ചത്. അന്ന് വി രാജേഷുണ്ട്. ഈ പറയുന്ന എല്ലാവരോട് ഒന്ന് എന്താ പറയുക സഭയിൽ ഇരിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല, അവരുടെ ഓഫീസിലേക്ക് കയറാൻ അനുവദിച്ചിട്ടില്ല, ഓഫീസിന്റെ വാതിൽ കിടന്നുകൊണ്ട് സമരം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ ആര്യരാജേന്ദ്രൻ മേയറായിരിക്കുന്ന സമയത്ത് ഈ BJPക്കാരുണ്ടായി ഭരണത്തിനോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഒരു ഇട പോലും കൊടുക്കാതെയാണ് BJP നിസ്സഹകരണമായിരുന്നു അന്ന് നഗരസഭയെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് എത്ര പുരസ്കാരങ്ങളാണ് തിരുവനന്തപുരത്തിന് വന്നത്? ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തിരുവനന്തപുരത്തിന് വന്നത് വെറുതെ കിട്ടിയാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെ ആര്യരാജേന്ദ്രൻ കാശ് മുടക്കി നഗരസഭയ്ക്ക് പുരസ്കാരം മേടിച്ചതാണ്. ആര്യരാജേന്ദ്രൻ തലയ്ക്കകത്ത് വണ്ടി ഓടുന്നു. അപ്പം ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായൊരു ഗവേണൻസ് സംവിധാനം ഉണ്ടാവണം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എന്താണ് നഗരസഭയിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു മുൻവിധി ഉണ്ടാവണം. അതില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ വി രാജേഷൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന വളരെ പുട്ട് കഴിക്കുന്ന അത്രയും ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഒരു നഗരസഭയുടെ ഭരണമെന്നാണ്. തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അത് വളരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംവിധാനമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസേന വന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട തമ്പാനൂർ പോലെയുള്ള കിഴക്കേക്കോട്ട പോലെയുള്ള വളരെ ഈ വാണിജ്യ തന്ത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തിരുവനന്തപുരം നഗരസഭ. ഇതിനെയൊക്കെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്പേ പരാജയപ്പെട്ടു. ഈ 6 മാസം ആയിട്ടില്ല. 6 മാസത്തിന് മുമ്പ് തന്നെ ഒരു നഗരസഭയുടെ ഭരണ സംവിധാനം തകർന്ന് തരിപ്പണമായി. ഇനിയും വരാൻ പോകുന്ന വലിയ മഴക്കാലമാണ്. ഈ കാലവർഷം വരുമ്പോൾ തിരുവനന്തപുരത്തുകാർ എവിടെ പോവും? ട്രെയിൻ പോലും സർവീസ് നടത്താൻ പറ്റാത്ത ഗതികേടിലേക്ക് പോകുന്നേ. കാരണം ട്രാക്കിൽ മുഴുവൻ വെള്ളക്കെട്ടാവും. ഇതിനെയൊക്കെ ഒഴിവാക്കി വിടേണ്ട ഉത്തരവാദിത്വമുള്ള നഗരസഭയാവട്ടെ പഞ്ചപുച്ഛമടക്കി ഇരിക്കുക. അവരിപ്പോഴും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നടക്കുക. അല്ലാതെ ഇതിനകത്ത് വേറെ ഉപായങ്ങളൊന്നുമില്ല, കുറുക്കുവഴികളില്ല. കാര്യം ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. കാരണം ആൾക്കാർക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ ജീവിച്ചത്, ഞങ്ങളുടെ നഗരസഭ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം നഗരത്തിലുള്ളവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം മാറാത്തത് മാറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നാറാത്ത കാര്യങ്ങൾ നാറി തുടങ്ങിയിരിക്കുന്നു തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് വ്യക്തമായത്.